രാജ്യം നാളെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. അസം ഒഴികെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് ജനവിധി. ആന്ധ്രാപ്രദേശ്, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും. ഒഡീഷയിൽ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെയാണ്. നാഗ്പൂരിൽ ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് BJP വിട്ട് കോൺഗ്രസിലെത്തിയ നാനാ പത്തോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ VK സിംഗ്, സഹമന്ത്രി കിരൺ റിജിജു, സഞ്ജീവ് ബല്യാൺ, അജിത് സിംഗ്, മഹേഷ് ശർമ്മ തുടങ്ങിയവരും നാളെ ജനവിധി തേടുന്ന പ്രമുഖരാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന്റെ വിശകലനവുമായി എഡിറ്റർ രാജീവ് ദേവരാജിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക്, തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് നാളെ തുടക്കമാവുകയാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലെ 14,24,00,000 ജനങ്ങളാണ് നാളെ വിധി എഴുതുന്നത്. 1279 സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഇന്ത്യയുടെ ചിത്രം. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ ആരൊക്കെ ജയിച്ചു എന്നുള്ളതിൻ്റെ കണക്കാണ്. BJP കഴിഞ്ഞ തവണ 282 സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. കോൺഗ്രസ് വെറും 44 സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ. ഇനി നമുക്ക് ഘട്ടം ഘട്ടമായുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒന്നാം ഘട്ടം ഏപ്രിൽ 11-ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മുകളിൽ നിന്ന് നോക്കിയാൽ, വടക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രധാനമായും ബാരാമുള്ള, അവിടെ കഴിഞ്ഞ തവണ PDP സ്ഥാനാർത്ഥി മുസാഫർ ഹുസൈൻ ബൈഗാണ് വിജയിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മണ്ഡലം ജമ്മു ആണ്. അവിടെ BJP ജയിച്ചു. ജുഗൽ കിഷോർ കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചു. അവിടെ നിന്ന് പിന്നെയും നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ 5 മണ്ഡലങ്ങളിലും നാളെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ ഈ 5 മണ്ഡലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം BJP ആണ് ജയിച്ചത്. അതുപോലെ തന്നെ വെസ്റ്റേൺ UP, പശ്ചിമ UPയിലെ 7 മണ്ഡലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 8 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രധാനമായും പെട്ടെന്ന് നോക്കാം. ഷഹാരൻപൂർ, അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൈരാന, 3ാമത്തെ മണ്ഡലമായ മുസാഫർ നഗർ, 4ാമത്തെ മണ്ഡലമായ ബിജ്നോർ, അതുപോലെ തന്നെ 11ാമത്തെ ബാഗ്പത്ത്, അവിടെ RLDക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. മീററ്റ്, ഗൗതം ബുദ്ധ് നഗർ തുടങ്ങിയ ഒരു 8 മണ്ഡലങ്ങളിലാണ് പശ്ചിമ UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതാണ് പൊതുവെയുള്ള ഒരു ചിത്രം. ദക്ഷിണേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദക്ഷിണേന്ത്യയിലെ തെലങ്കാനയിലെ 17ഉം അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെയും 25 ലോക്സഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ആന്ധ്ര നിയമസഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ മഹാരാഷ്ട്രയിലെ ചില മണ്ഡലങ്ങളിലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 7 മണ്ഡലങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ ഒരു മണ്ഡലത്തിൽ, നക്സൽ ബാധിത മേഖലയായ ബസ്തറിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മണ്ഡലങ്ങൾ പ്രധാനമായും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിക്കിമിലെ ഒരു സീറ്റിൽ, അതുപോലെ പശ്ചിമ ബംഗാളിലെ 2 സീറ്റിൽ, ഒന്ന് അലിപൂർ ദ്വാറും അതുപോലെ തന്നെ കൂച്ച് ബിഹാർ മണ്ഡലങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഇതാണ് ഒരു പൊതുവായി നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയുടെ ഒരു പൊതുചിത്രം. 91 മണ്ഡലങ്ങളിൽ ഈ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും വലിയ 3ാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ ഈ തവണ ഇങ്ങനെ നടക്കുന്നത്. കഴിഞ്ഞ തവണ 91 മണ്ഡലങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2009 ഒരു താരതമ്യം നമുക്ക് നോക്കാവുന്നതാണ്. 2009 കോൺഗ്രസ് ഈ 91 മണ്ഡലങ്ങളിൽ 55 കോൺഗ്രസ് നേടി. BJP 7, TDP 6, BSP 4, BJD 2, JDU 2, NCP 2, മറ്റുള്ളവർ 13. ഇതായിരുന്നു 2009 അവസ്ഥ. ഇനി 2014 അത് എങ്ങനെ മാറി എന്നുള്ളത് കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഇതിലാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു കാര്യം. 32 സീറ്റുകൾ BJP നേടി. 7 സീറ്റുണ്ടായിരുന്ന BJPക്ക് 32 സീറ്റുകൾ നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിനെ, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടായി. BJPക്ക് 25 സീറ്റുകളുടെ നേട്ടം കഴിഞ്ഞ തവണ ഉണ്ടായി. എന്നാൽ കോൺഗ്രസിന് വലിയ നഷ്ടം ഉണ്ടായി. കോൺഗ്രസിന്
48 സീറ്റുകളുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉത്തരാഖണ്ഡ് മൊത്തത്തിൽ എല്ലാ മണ്ഡലങ്ങളും BJP വിജയിച്ചു, പശ്ചിമ UP-യിൽ BJP വിജയിച്ചു, മഹാരാഷ്ട്രയിൽ പല മണ്ഡലങ്ങളും BJP വിജയിച്ചു, ബസ്തർ കഴിഞ്ഞ പ്രാവശ്യം BJP വിജയിച്ചു, ജമ്മു കാശ്മീരിലെ മണ്ഡലങ്ങളിലൊന്നും BJP വിജയിച്ചു, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ BJP വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കി. ഇതാണ് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് നയിച്ച ഒരു ഘടകം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കി. അത് BJPക്ക് നിലനിർത്താൻ കഴിയുമോ, പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത്. ഉത്തർപ്രദേശിലെ അമേഠിയിലും രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന റോഡ് ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിക്കാനെത്തിയത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും ഒപ്പമായിരുന്നു റോഡ് ഷോ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ എതിരാളി. അച്ഛനും അമ്മയും ഇളയച്ചനും പ്രതിനിധീകരിച്ചെന്ന അമേഠിയിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പയറ്റി തുടങ്ങിയതും പയറ്റിത്തെളിഞ്ഞതും. രണ്ടാം സീറ്റായ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയഭീതി മൂലമാണെന്ന BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതായിരുന്നു പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയ റോഡ് ഷോ. പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും അവരുടെ മക്കൾക്കുമൊപ്പമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിലെ റോഡ് ഷോ. പ്രിയങ്കയ്ക്കും റോബർട്ട് വാദ്രയ്ക്കും പുറമെ സോണിയാഗാന്ധിയും പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ രാഹുലിനോട് 1 ലക്ഷത്തിലധികം വോട്ടിന് തോറ്റ സ്മൃതി ഇറാനിയാണ് എതിരാളി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും BJPയാണ് ജയിച്ചത്. മെയ് 6-ന് 5ാം ഘട്ടത്തിലാണ് അമേഠിയിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീംകോടതി തള്ളി. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും. റഫാൽ ഇടപാടിലെ സത്യം പുറത്തുവരാൻ കോടതി വിധി വഴിയൊരുക്കുമെന്ന് ഹർജി നൽകിയ അരുൺ ഷൂരി ന്യൂസ് 18നോട് പറഞ്ഞു. മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചാണ് റഫാൽ പുനഃപരിശോധനാ ഹർജികളിലെ സുപ്രീംകോടതിയുടെ നിർണായക വിധി. ഇടപാടുമായി ബന്ധപ്പെട്ട് ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതാണെന്നും അവ പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പേരിൽ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ സർക്കാരിന് പാർലമെന്റ് അധികാരം നൽകിയിട്ടില്ലെന്ന് പ്രധാന വിധിയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ്. പൊതുതാൽപര്യമാണ് പ്രധാനം. പുതുതായി പുറത്തുവന്ന 3 രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. Rejected all these peculiar arguments of the government. The court has rejected it and the 3 judges have done so unanimously. Therefore, they have said that they will hear the review petition and by an order which they will give, they will set the date for hearing it. That's wonderful. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ നൽകിയ പങ്ക് പരാമർശിച്ച് ജസ്റ്റിസ് KM ജോസഫ് അനുബന്ധ വിധി എഴുതി. ഉന്നത തലങ്ങളിലെ അഴിമതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഹർജികളെന്ന കാര്യവും രേഖകൾ പരിഗണിക്കുന്നതിലെ പൊതുതാൽപര്യം വ്യക്തമാക്കി ജസ്റ്റിസ് ജോസഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇടപാടിലെ മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ടടക്കമുള്ള രേഖകളാണ് കോടതിയുടെ പരിഗണനയ്ക്കെത്തുക. ഇതോടെ വിധി പുനഃപരിശോധിക്കാൻ സാധ്യത തെളിയുമെന്നാണ് ഹർജിക്കാരുടെ പ്രതീക്ഷ. പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ കോടതി തീരുമാനം സർക്കാരിന് വലിയ തലവേദനയാണുണ്ടാക്കുക. സുപ്രീം കോടതിയിൽ നിന്ന് ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. എന്നാൽ ഇതിന് ശേഷമാണ് റഫാലിലെ ക്രമക്കേടുകൾക്കുള്ള തെളിവുകൾ എന്ന വാദത്തോടെ സുപ്രധാന രേഖകൾ ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചത്. ഈ രേഖകൾ കോടതി പരിശോധിക്കുന്നത് തടയാനുള്ള കേന്ദ്ര നീക്കം കൂടിയാണിപ്പോൾ പരാജയപ്പെട്ടത്. റഫാൽ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി മോദി സർക്കാരിന് ആശ്വാസവിധി നൽകിയത് 4 മാസം മുൻപായിരുന്നു. ആശ്വാസം അധികം നീണ്ടില്ല. റഫാൽ ഇടപാടിൽ വിലനിർണ്ണയത്തിലടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചു. ഇതിനു പിന്നാലെയാണ് പുനഃപരിശോധനാ ഹർജിയുമായി BJPയുടെ മുൻ മന്ത്രിമാരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി, നിയമജ്ഞനായ പ്രശാന്ത് ഭൂഷണും സുപ്രീം കോടതിയെ സമീപിച്ചത്. പാർലമെന്റിൽ വരാത്ത CAG റിപ്പോർട്ടിനെക്കുറിച്ച് സുപ്രീം കോടതി വിധിയിൽ വന്ന പരാമർശം പിഴവാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച രേഖകളൊന്നും പരിഗണിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് പത്രത്തിൽ വന്നതെന്നായിരുന്നു സർക്കാർ വാദം.
ഈ വാദത്തെ ജഡ്ജിമാർ അന്നുതന്നെ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ സത്യം തെളിയാൻ ഏതു രേഖയും പരിശോധിക്കാം എന്ന തീരുമാനം കോടതി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യഘട്ട വോട്ടർമാർ ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വന്ന ഈ വിധി ബിജെപിക്ക് കനത്ത ക്ഷീണമാണ്. മോദിക്ക് ഒളിക്കാൻ ഇനി ഔദ്യോഗിക രഹസ്യ നിയമമില്ലെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. जांच भी होगी और चौकीदार और उसके दोस्तों को सजा भी मिलेगी. आज सुप्रीम कोर्ट के निर्णय से फिर न्याय की जीत हुई है. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇനി ന്യൂസ് 18 നേതാബ് സർവേ. ന്യൂസ് 18ഉം നേതാപ്പും സംയുക്തമായി ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: റഫാലിലെ സുപ്രീം കോടതി വിധി മോദി സർക്കാരിന് തിരിച്ചടിയോ? തിരിച്ചടിയാണെന്ന് 58.11% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ തിരിച്ചടിയല്ലെന്ന് 32.75% പേർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വയനാട്ടിലെ കോൺഗ്രസ് റാലി പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത്. വർഗീയ പരാമർശം നടത്തിയ അമിത്ഷാക്കെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത്. വയനാട്ടിൽ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. സഖ്യകക്ഷി ബന്ധം കാരണം അങ്ങനെയൊരു സീറ്റിലാണ് രാഹുൽ മത്സരിക്കാൻ പോയത് എന്നായിരുന്നു പരാമർശം. അത്യന്തം ആപൽക്കരമായ പ്രസ്താവന അമിത്ഷാ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അമിത്ഷായുടെ പ്രസ്താവന അത്യന്തം ആപൽക്കരമാണ്. സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ശ്രമത്തിന്റെ ഭാഗമായി അതിന്റെ പ്രതിഫലമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പരാമർശം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാട്ടിൽ കർഷക പ്രശ്നങ്ങൾ പ്രധാന പ്രചാരണ വിഷയമാക്കി LDF. പ്രകടന പത്രികയിൽ കർഷകരെ പരിഗണിക്കാതെ മുന്നണികൾ വഞ്ചിക്കുകയാണെന്നാണ് ആരോപണം. എന്നാൽ കാർഷിക പ്രശ്നങ്ങൾ പറഞ്ഞ് രാഹുലിനെ ആക്രമിക്കാൻ ഇടതുപക്ഷത്തിന് അവകാശമില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നമ്മുടെ പ്രതിനിധി ഈ നാട്ടുകാരനാകണം. കാർഷിക വിളകൾക്ക് വിലയിടിയാൻ കാരണം UPA NDA സർക്കാരുകളുടെ തെറ്റായ നയങ്ങളാണെന്നാണ് LDFന്റെ ആരോപണം. ആസിയാൻ കരാർ മുതൽ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ വരെ ചർച്ചയാക്കിയാണ് വയനാട്ടിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. ഏറ്റവും അധികം കർഷകർ ജീവനൊടുക്കിയ വയനാട്ടിൽ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതെ രാഹുൽ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് LDF. മാപ്പ് പറഞ്ഞുകൊണ്ടല്ലാതെ വയനാട്ടിലെ കൃഷിക്കാരുടെ വോട്ട് ചോദിക്കാൻ വേണ്ടി പോലും രാഹുൽ ഗാന്ധിക്കോ AK ആന്റണിക്കോ സാധിക്കില്ല. എന്നാൽ കർഷകരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് രാഹുലിനെ വിമർശിക്കാൻ CPMന് അവകാശമില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക്. കർഷകരുടെ ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഇതാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയോടുള്ള ചോദ്യങ്ങളുമായി വയനാട്ടിൽ LDF പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങും. തകർന്നുകിടക്കുന്ന കാർഷിക മേഖലയിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയാവുമെന്നുറപ്പാണ്. കർഷകരുടെ രോഷം രാഹുൽ ഗാന്ധിക്ക് വിനയാവുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. വയനാട്ടിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. PC ജോർജ് ഇനി BJP മുന്നണിയിൽ. ജോർജിന്റെ ജനപക്ഷം പാർട്ടി NDAയുടെ ഭാഗമായതായി BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചു. ഇതോടെ NDAക്ക് നിയമസഭയിൽ 2 അംഗങ്ങളായി. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വലിയ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു PC ജോർജ്. മുന്നണി പ്രവേശന സമയത്ത് തന്നെ ആദ്യ വെടിയും പൊട്ടിച്ചു. മോദിജി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ സഖ്യകക്ഷിയാകണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് കേരള ജനപക്ഷം സെക്യൂറിനെ NDAയുടെ ഭാഗമാക്കിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. മോഡി നടത്തിയ നല്ല പ്രവൃത്തികളാണ് ജനപക്ഷത്തെ NDAയിലെത്തിച്ചതെന്ന് PC ജോർജ് പറഞ്ഞു. സ്ഥാനമാനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ BJP തരും. ഇവർ രാജ്യസഭ തരാമെന്നാലും ഇരിക്കരുതില്ല, അങ്ങനെയല്ലോ ഉണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെയും എന്റെ പ്രവർത്തകരുടെയും ആത്മാർത്ഥത മനസ്സിലാക്കി NDA നേതൃത്വം ഇഷ്ടമുള്ളത് ചെയ്യാം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും NDA മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞ PC ജോർജ് കോട്ടയത്ത് വലിയ അവകാശവാദമില്ലെന്ന് പറഞ്ഞ് വിവാദത്തിനും തിരികൊളുത്തി. അതുപോലെ കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലം വലിയ അവകാശവാദമൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ UDF പ്രവേശത്തിന് ശ്രമിച്ചത് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചാണ്.
നന്ദിയില്ലാത്ത കള്ളന്മാരായ കോൺഗ്രസുകാരോട് ബന്ധം വേണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചെന്നും PC ജോർജ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. 32 തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രനായി മത്സരിച്ച അനുഭവമുണ്ട് 84-കാരനായ ശ്യാം ബാബു സുബുദ്ധിക്ക്. ഒരു തവണ പോലും വിജയിച്ചിട്ടില്ല. എങ്കിലും തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി വീണ്ടും മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ശ്യാം ബാബു. 1962-ൽ 27-ാം വയസ്സിൽ തുടങ്ങിയതാണ് ഒഡീഷക്കാരനായ ശ്യാം ബാബു സുബുദ്ധിയുടെ തെരഞ്ഞെടുപ്പ് അംഗം. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മാത്രമല്ല രാജ്യസഭയിലേക്കും പയറ്റി നോക്കി. വിജയം ഒപ്പം നിന്നില്ലെങ്കിലും അതൊന്നും പിന്നോട്ട് വലിക്കുന്നില്ല ശ്യാം ബാബുവിനെ. ഇത്തവണ അസ്ക, ബർഹാംപൂർ എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി ജനവിധി തേടുകയാണ് ഈ 84-കാരൻ. തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും അഴിമതിക്കെതിരെയാണ് പോരാട്ടമെന്ന് ശ്യാം ബാബു സുബുദ്ധി. आपका ये जो करप्शन है उसका विरुद्ध में लड़ना पड़ेगा. वो पावर आना जाना अलग, लड़ना अलग. ക്രിക്കറ്റ് ബാറ്റാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ബാറ്റിൽ എഴുതിയാണ് പ്രചാരണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേരത്തെ ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിരസിക്കുകയായിരുന്നുവെന്ന് ശ്യാം ബാബു പറയുന്നു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, ഒഡീഷ മുൻ മുഖ്യമന്ത്രി ബിജു പട്നായിക് തുടങ്ങിയവർക്കെതിരെ ശ്യാം ബാബു മത്സരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 11 തുടങ്ങി 4 ഘട്ടമായാണ് ഒഡീഷയിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗാണ് ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചത്. ബാബറി മസ്ജിദ് നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം വേണമെന്നാണ് വീരഭദ്ര സിംഗിന്റെ ആവശ്യം. അയോധ്യയിൽ രാമക്ഷേത്രമെന്ന ആവശ്യത്തെ ഒളിഞ്ഞും തെളിഞ്ഞും അനുകൂലിക്കുന്ന നേതാക്കൾ കോൺഗ്രസിലും നിരവധിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് അടുത്തിടെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ. രാമക്ഷേത്രമെന്ന ആവശ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പരസ്യമായി ആദ്യം പറഞ്ഞത് AICC പ്രവർത്തക സമിതി അംഗവും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഹരീഷ് റാവത്തായിരുന്നു. ധാർമ്മികതയില്ലാത്ത BJPക്ക് ശ്രീരാമന്റെ യഥാർത്ഥ ഭക്തരാകാൻ കഴിയില്ലെന്നും ഹരീഷ് റാവത്ത് പറഞ്ഞിരുന്നു. റാവത്തിനെ കടത്തിവെട്ടിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗ്. ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് വീരഭദ്ര സിംഗിന്റെ ആവശ്യം. അതിന് വീരഭദ്ര സിംഗിന് സ്വന്തം വാദങ്ങളുമുണ്ട്. അയോധ്യ ശ്രീരാമന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അവിടെയുണ്ടായിരുന്ന അമ്പലം തകർത്താണ് പള്ളി പണിതത്. ഇപ്പോൾ പള്ളി തകർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിർമ്മിക്കേണ്ടത് ക്ഷേത്രമാണ്. എന്നാൽ രാമന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന BJPക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ ധൈര്യമില്ലെന്നും വീരഭദ്ര സിംഗ് ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് ഘടകവിരുദ്ധമാണ് വീരഭദ്ര സിംഗിന്റെ പ്രഖ്യാപനം. അയോധ്യ തർക്കത്തിൽ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ പരസ്യ നിലപാട്. രാമക്ഷേത്രത്തെ അനുകൂലിച്ച് വീരഭദ്ര സിംഗ് കൈക്കൊണ്ട പരസ്യ നിലപാട് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പൂർണ്ണമാകുന്നു വോട്ടിന്റെ വോട്ട്. നമസ്കാരം.